ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു സ്പെഷ്യൽ വിഭവമാണ് ചെയ്യാൻ പോണത്. ഒരു പാൽക്കഞ്ഞിയാണ്. വെറും പാൽക്കഞ്ഞി അല്ല, തേങ്ങാപ്പാൽ കഞ്ഞി. ഇത് നമ്മുടെ ഈ ലോങ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യില്ലേ, ലോങ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ആദ്യമായിട്ട് നമ്മളെ വയറ്റിലേക്ക് പോകേണ്ട ഒരു ലഘുവായ ഒരു ഭക്ഷണമാണ്. ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അൾസറൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മൾ ലോങ് ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ നമുക്ക് പുളിപ്പ് സാധനങ്ങളൊന്നും അങ്ങനെ ഡയറക്റ്റായി പോകാൻ പാടില്ലല്ലോ. അത് പോയാലാണ് നമുക്ക് അൾസർ ഫോം ആവുന്നത്. അപ്പം ഇത് വന്ന് തേങ്ങാപ്പാലാവുമ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല, ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. വളരെ ഈസിയാണ്, ഹെൽത്തിയാണ്. വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ പിള്ളേർക്കൊക്കെ ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും, വലിയ ആൾക്കാർക്കൊക്കെ കഴിക്കാവുന്ന ഒരു കഞ്ഞിയാണ്. സോ നമുക്ക് വീട്ടിലോട്ട് പോവാം. തേങ്ങാപ്പാൽ കഞ്ഞി. ഈ തേങ്ങാപ്പാൽ കഞ്ഞി ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. 2 കപ്പ് പച്ചരി. ഈ പച്ചരി ഇവിടെ ഞാൻ എടുത്തിരുന്നത് ചമ്പ പച്ചരിയാണ്. നിങ്ങൾക്ക് ഓർഡിനറി വെള്ള പച്ചരി വേണമെങ്കിലും എടുക്കാം. ഇതിൽ കുറച്ചുകൂടെ ഫൈബറൊക്കെ ഉണ്ടെന്നുള്ളതിലാണ് ഞാൻ ഈ ചമ്പ പച്ചരി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഇതിന് നന്നായിട്ടൊന്ന് കഴുകാം. അപ്പം അരി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു കുക്കറിലിട്ട് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ. കാരണം പച്ചരിക്ക് കുറച്ച് വേവുണ്ടല്ലോ. അത് പച്ചരി പെട്ടെന്ന് വേകും, എന്നാലും അതിന് കുറച്ച് വെള്ളം കൂടുതൽ വേണം. അപ്പം ഞാനിവിടെ, അതായത് അതിൻ്റെ അരി മുങ്ങിക്കിടക്കുന്നവരേക്കല്ല, കുറച്ചുകൂടെ, അതായത് നമ്മുടെ ഒരു കൈ അളവിന് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത്ര ഭാഗം പൊങ്ങി നിൽക്കണം വെള്ളത്തിൽ നിന്നും. അതാണ് കറക്റ്റ്, കണ്ടോ? അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനത് വെള്ളം ഒഴിച്ചു. ഇപ്പം നമുക്ക് ഇതിൽ വേറെ ഒന്നും, അങ്ങനെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വെരി സിമ്പിളാണ്. കുറച്ച് വെളുത്തുള്ളി അല്ലി, 1/2 സ്പൂൺ ജീരകം, ഒരു 1/4 സ്പൂൺ വെന്തയം ഒന്നും കൂടേണ്ട ആവശ്യമില്ല. കുറച്ച് കശപ്പിൻ്റെ ഒരു ഇത് തോന്നും നിങ്ങൾക്ക്. സോ ഇത്ര അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കഞ്ഞിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഇത് 2-3 വിസിൽ വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. ഇത് വേകുന്ന സമയം നമുക്ക് തേങ്ങാപ്പാൽ റെഡി ചെയ്യാം. ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങ, 1 കപ്പല്ല, 1 മുഴുവൻ തേങ്ങ ചിരകി വെച്ചിരിക്കുകയാണ്. ഇത് മുഴുവനായിട്ട് ചേർക്കണം. നന്നായിട്ട് ഇതിൽ പാലെടുക്കാം. നമുക്ക് ആവശ്യമായ അളവിന് വെള്ളം ചേർത്ത് പാലെടുക്കാം. 1-ാം പാല് 2-ാം പാൽ അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് ഈ അരി വെന്ത് വരില്ലേ, അരി വെന്ത് വരുമ്പോൾ അത് കുറച്ച് കഞ്ഞിയായിട്ട് നിൽക്കണം. ആ ഒരു കൺസിസ്റ്റൻസിക്ക് നമുക്ക് ആവശ്യത്തിന് പാലെടുക്കാം. പാൽ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. തേങ്ങക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്, എന്നാലും ഇതൊക്കെ ഒരു മരുന്നാണ്. ആവശ്യത്തിനൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പം കൊറോണ സമയത്ത് കൂടെ ഞാനിപ്പോൾ ഇതിൽ കുറേ വെള്ളം എടുത്ത് അരച്ച് ചെയ്യാൻ പോകാനാണ് കേട്ടോ. ഇപ്പോൾ കൊറോണ സമയത്ത് ആ ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ വേണ്ടി കുറേ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞല്ലോ, തേങ്ങാപ്പാൽ കഴിക്കണം, അതിൽ കുറച്ച് ഗ്രാമ്പ് കഴിക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവുമെന്ന്. തേങ്ങാപ്പാലിൽ നല്ല ഒരു വിശേഷ ഗുണങ്ങളുള്ളതെന്നാണ് എല്ലാവർക്കും അറിയാം. ഞാൻ ആദ്യം ഇതിലൊരു 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ചെറിയ ചൂടുള്ള വെള്ളമാണ്, അപ്പോൾ പാല് കുറച്ച് കൂടെ കിട്ടും. നമുക്കിപ്പോൾ ഇത് അടിച്ചെടുക്കാം. ഇതിൽ വരുന്ന വീണ്ടും ഈ തേങ്ങ ഒരിക്കൽ കൂടെ മിക്സിയിൽ അടിച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ഒരിക്കൽ കൂടെ പാലെടുക്കാം. അതിൽ വീണ്ടും മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായ ഒരു കഞ്ഞിയാണ്, ആൻഡ് ഹെൽത്തിയും കൂടെ. വീക്ക്ലി വൺസൊക്കെ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ആഗ്രഹത്തിന് ഒരു മാസത്തെ ഒരിക്കൽ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെയുള്ള ഹെൽത്തിയായ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്.
വലിയ വലിയ അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. വരുമുൻ കാപ്പവും അങ്ങനല്ലേ പറയാറ്, ഒരു ചൊല്ല്. നമുക്ക് പാൽ ഇത്രയും മതിയാവും. എനിക്ക് കുക്കറിൽ ആൾറെഡി 3 വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടൊക്കെയാണ്. പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. എനിക്കങ്ങനെ ഇതാ ഇത്രയും പാൽ കിട്ടിയിട്ടുണ്ട്. ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ശരിക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. പച്ചരി ആയത് കാരണം മാഷ് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ്. നമുക്കിപ്പോൾ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ചെറു ചൂടുവെള്ളത്തിൽ എടുത്തത് കാരണം ഇവിടെ കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം അങ്ങനെ കഞ്ഞി റെഡി. ഈ കഞ്ഞിക്ക് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കണം. പപ്പടവും, വേറെ ഒന്നും വേണ്ട, പപ്പടവും എന്തെങ്കിലും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ ധാരാളം മതി. പക്ഷേ ഒരു ലോങ് ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് അതൊക്കെ ശരിയല്ല, അൾസർ ഫോം ആവാൻ കാരണമാകും. ഞാനിപ്പോൾ ഇവിടെ പ്രോട്ടീൻ റിച്ചായ നല്ല ഒരു പരിപ്പ് ചമ്മന്തി ചെയ്യാൻ പോവുകയാണ്. ചെറുപരിപ്പ് കൊണ്ടുള്ള ഒരു തുവയൽ, ചെറുപരിപ്പ് തുവയലെന്നോ ചമ്മന്തിയെന്നോ എന്തോണോ പറയാം. ഈ പരിപ്പിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണം ഉപയോഗിച്ചും, അതായത് തമിഴിൽ കൊള്ളെന്ന് പറയും, നമ്മൾ ഹോർസ് ഗ്രാം, അത് ഉപയോഗിച്ചുകൊണ്ടും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ മുതിര എന്ന് പറയും, അതുകൊണ്ടും നമുക്കൊരു ചമ്മന്തി റെഡി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചമ്മന്തിക്ക് വേണ്ടി ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടാവുമ്പോൾ അതിലേക്ക് 1 കപ്പ് ചെറുപരിപ്പ് ഇട്ട് കൊടുക്കാം. ചെറുപരിപ്പ് അതിൻ്റെ കളറൊന്ന് മാറി കിട്ടണവരെ, അതായത് അങ്ങ് തീരെ അങ്ങ് കറുത്തു പോകാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചുവക്കും, അപ്പോൾ ഒരു മണവും വരും. ആ സമയം നമുക്ക് അടുപ്പ് മതിയാക്കാം. ഇപ്പോൾ നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ പരിപ്പിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ, 4-5 വെളുത്തുള്ളി, 5-6 വെളുത്തുള്ളി, കുറച്ച് പുളി, എരിവിനനുസരിച്ച് ഒരു 6-7 വറ്റൽമുളക്, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. കുറച്ചായിട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല കട്ടിയായിട്ട് അരയ്ക്കേണ്ടതാണ്. അങ്ങനെ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടി. ഞാൻ ഒരു 2 സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ, കാരണം പരിപ്പ് അരയ്ക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് ഒരു 2 സ്പൂൺ വെള്ളമൊക്കെ ചേർക്കാം ക്വാണ്ടിറ്റി അനുസരിച്ച്. ചമ്മന്തി റെഡിയായി. അങ്ങനെ കഞ്ഞിയും ചമ്മന്തിയും റെഡി. അങ്ങനെ പാൽക്കഞ്ഞിയും തുവയിലും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ വളരെ വലുതാണ്. നമ്മുടെ കരളിനും കുടലിനും ഒക്കെ നല്ലതാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കൂ. സിമ്പിൾ ആൻഡ് ഹെൽത്തി ഫുഡാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ഫോർ നൗ.